നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. അസാധാരണമായ എന്തോ ഒന്ന് സമയം അവഗണിക്കാൻ കഴിയാത്തത്ര കൃത്യമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഇന്ത്യയെ പറ്റി വന്ന പോസ്റ്റിന്റെ രത്ന ചുരുക്കമാണ് ഈ പറഞ്ഞത്. ഇതിൽ പ്രധാനമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടത് ഇന്ത്യക്കുള്ളിൽ നിരവധി പാകിസ്ഥാൻ ചാരന്മാർ പിടിയിലായിട്ടുണ്ട്. 6 ഉക്രൈനിയർ, ഒരു US കൂലിപ്പട്ടാളം. ഇത് ഉയർന്ന ഇന്റലിജൻസ് പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നു. പിന്നെ ഒരു ഞെട്ടിപ്പിക്കുന്ന സംഭവ വികാസം, ഒരു ലഷ്കർ-ഇ ത്വയ്ബ കമാൻഡറെ അവരുടെ സ്വന്തം താവളത്തിനുള്ളിൽ തന്നെ ഇല്ലാതാക്കിയതായി റിപ്പോർട്ടുണ്ട്. അതൊരു ആക്രമണം മാത്രമല്ല, അതൊരു സന്ദേശമാണ്. പിന്നെ കാര്യങ്ങൾ കൂടുതൽ വിചിത്രമാകുന്നു. പാകിസ്ഥാന്റെ മുൻ കരസേനാ മേധാവി ജനറൽ ജാവേദ് ബജ്വയുടെ മരണത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പ്രചരിക്കാൻ തുടങ്ങി. ഔദ്യോഗികമായി ഒരു കുളിമുറി അപകടം. പിന്നെ മസൂദ് അസ്ഹറിന്റെ സഹോദരനെ ചില അജ്ഞാതർ വെടിവെച്ചു കൊന്നതായി റിപ്പോർട്ടുകൾ. ഈ സന്ദർഭത്തിൽ അത് വിശ്വസനീയമായി തോന്നുന്നുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഇനി ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥർ ലഫ്റ്റനന്റ് ജനറൽ പ്രതീക് ശർമ്മ പരമ്പരാഗതവും പാരമ്പര്യേതരവുമായ യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുകയാണ്. അതൊരു ഭാരിച്ച പ്രസ്താവനയാണ്. കാരണം ആധുനിക യുദ്ധം ഇപ്പോൾ തോക്കുകൾ കൊണ്ട് മാത്രം പോരാടുന്ന ഒന്നല്ല. അത് സൈബർ, ഇന്റലിജൻസ്, മനഃശാസ്ത്രം, രഹസ്യം എന്നിവയാണ്. പിന്നെ കഴിഞ്ഞ 4-5 ദിവസത്തിനുള്ളിൽ ഉയർന്നതല സുരക്ഷാ യോഗങ്ങൾ നടക്കുന്നു. അജിത് ഡോവൽ തന്ത്രപരമായ ചർച്ചകളിൽ പങ്കെടുക്കുന്നു. രാജ്നാഥ് സിംഗ് ഉന്നത ഉദ്യോഗസ്ഥരെ കാണുന്നു. ഇന്ത്യൻ സൈനിക നേതൃത്വം തയ്യാറെടുപ്പ് സൂചന നൽകുന്നു. ഇന്ത്യൻ സൈന്യത്തിന്റെ വിജയം തേടി ഇന്ത്യൻ കരസേനാ മേധാവി ജഗന്നാഥ ക്ഷേത്രം സന്ദർശിക്കുന്നു. ഇന്ത്യൻ വ്യോമസേനാ മേധാവി പട്ന സാഹിബും സുവർണ ക്ഷേത്രവും സന്ദർശിച്ചു. സർക്കാർ സംസ്ഥാനങ്ങളിലുടനീളം ഏകോപനം ആരംഭിക്കുന്നു. ഇത് യാദർച്ഛികമല്ല. ഇന്ത്യ പ്രതികരിക്കുക മാത്രമല്ല, തയ്യാറെടുക്കുക കൂടിയാണ്. എന്തിന് എന്ന ചോദ്യവും ഉയരുന്നു. രഹസ്യാന്വേഷണ ഏജൻസികൾ മാറുമ്പോൾ, ഉന്നത ജനറൽമാർ കോഡ് ചെയ്ത ഭാഷയിൽ സംസാരിക്കുമ്പോൾ, പെട്ടെന്നുള്ള മരണങ്ങളും രഹസ്യ ഓപ്പറേഷനുകളും അണിനിരക്കുമ്പോൾ എന്തോ വലിയ കാര്യം ഇതിനോടകം തന്നെ ചലനത്തിലുണ്ട്, അല്ലെങ്കിൽ വെറുതെ ചിന്തിച്ചു കൂട്ടുന്നു. പക്ഷെ പിന്നാലെ വരുന്ന വാർത്തകൾ ഇത് വെറും ചിന്തകളല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പശ്ചിമേഷ്യയിൽ തുടരുന്ന യുദ്ധത്തിൽ പാകിസ്ഥാൻ മധ്യസ്ഥ വഹിക്കുന്നുവെന്ന വാർത്തകൾ ഇറാൻ തള്ളി. ഇറാൻ പരമോന്നത നേതാവിന്റെ ഇന്ത്യയിലെ പ്രതിനിധിയായ അബ്ദുൾ മജിദ് ഹക്കീം ഇലാഹിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. മാത്രമല്ല, ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങൾക്കും സമാധാന ശ്രമങ്ങളിൽ വലിയ പങ്കുവഹിക്കാനാകുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിക്കുന്നു. ഇവിടെ സ്വാധീന ശക്തി കാണിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമത്തിന് വമ്പൻ തിരിച്ചടിയാണ്. അതിനിടെ പാകിസ്ഥാന്റെ ബജറ്റിലെ കമ്മി നികത്തുന്നതിനായി ഒരു അടിയന്തര ഘട്ടത്തിൽ UAE പാകിസ്ഥാന് നൽകിയ $2 ബില്യൺ ഉടൻ തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ട് UAEയും രംഗത്തെത്തി. ഇതോടെ പാകിസ്ഥാൻ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെടുമെന്ന് കരുതുന്നു. കഴിഞ്ഞ കുറച്ചു നാളുകളായി പാകിസ്ഥാൻ UAE ബന്ധം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ദീർഘകാല ഓൾ ഓവറുകൾ നീട്ടാൻ UAE അടുത്തിടെ വിമുഖത കാണിച്ചിരുന്നു. പകരം ഹ്രസ്വകാല എക്സ്റ്റൻഷനുകൾ തിരഞ്ഞെടുത്തു. ജനുവരി 16-നും 22-നും കാലാവധി പൂർത്തിയാക്കുന്ന $1 ബില്യൺ 2 വായ്പകൾ 6.5% പലിശ നിരക്കിൽ വെറും ഒരു മാസത്തേക്ക് ഓൾ ഓവർ ചെയ്തു. പാകിസ്ഥാൻ ഏകദേശം 3% 2 വർഷത്തെ എക്സ്റ്റൻഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബാലൻസ് ഓഫ് പേയ്മെന്റിനെ പിന്തുണയ്ക്കുന്നതിനാണ് UAE ഈ ഫണ്ട് നൽകിയിരിക്കുന്നത്. അത് അടുത്തിടെ വരെ നൽകുകയായിരുന്നു. US, ഇസ്രായേൽ, ഇറാൻ യുദ്ധത്തെ തുടർന്ന് മിഡിൽ ഈസ്റ്റിലുണ്ടായ പുതിയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഫണ്ട് ഉടൻ തിരികെ നൽകണമെന്നാണ് UAE ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതോടെ പാകിസ്ഥാന്റെ സാമ്പത്തിക പ്രതിസന്ധി മൂർച്ഛിക്കും. മുഴുവൻ തുകയും തിരികെ നൽകുമെന്നും പ്രസ്താവിച്ച ഒരു മുതിർന്ന പാകിസ്ഥാൻ ക്യാബിനറ്റ് മന്ത്രി വികസനം സ്ഥിരീകരിച്ചതായി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. അതേസമയം കുടിശ്ശിക തുകയുടെ ഒരു ഭാഗം നിക്ഷേപമാക്കി മാറ്റുന്നതിനുള്ള സാധ്യതയെക്കുറിച്ച് സമാന്തര ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് മുതിർന്ന ഉദ്യോഗസ്ഥർ പറയുന്നു. മൊത്തം കടത്തിൽ $450 മില്യൺ 1996-97 എടുത്ത ഒരു വർഷത്തെ വായ്പയുടേതാണ്. ഏകദേശം 3 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇത് ഇപ്പോൾ തീർപ്പാക്കാൻ പോകുന്നത്. പാകിസ്ഥാൻ സൗദി അറേബ്യയുമായി അടുക്കുന്നതാണ് UAE ചൊടിപ്പിക്കുന്നത്. എന്നാൽ സൗദിയും പാകിസ്ഥാനെ കൈവിട്ട നിലയിൽ ആണെന്നും സൂചനകൾ വരുന്നു. കാരണം ഒരാളെ ആക്രമിക്കുന്നത് ഇരു കൂട്ടർക്കും നേരെയുള്ള ആക്രമണമായി കണക്കാക്കുന്ന ഉഭയകക്ഷി പ്രതിരോധ ഉടമ്പടി പാലിക്കുന്നതിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടതിനെ തുടർന്ന് സൗദി അറേബ്യ പാകിസ്ഥാനോട് $6.3 ബില്യൺ വായ്പ തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. സമീപകാല സംഭവ വികാസങ്ങൾ ഈ ദീർഘകാല തന്ത്രപരമായ ബന്ധത്തെ വഷളാക്കിയതായി പറയപ്പെടുന്നു.
പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും രാജ്യത്തിന്റെ സൈനിക മേധാവി അസിം മുനീറും ഉൾപ്പെടെയുള്ള പ്രധാന പാകിസ്ഥാൻ നേതൃത്വവുമായി ആശയവിനിമയം സ്ഥാപിക്കാൻ സൗദി ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് സ്രോതസ്സുകൾ സൂചിപ്പിക്കുന്നു. രണ്ട് സഖ്യകക്ഷികൾ തമ്മിലുള്ള നയതന്ത്ര സംഘർഷങ്ങളെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്ക് ഇത് കൂടുതൽ ആക്കം കൂട്ടി. സൗദി അറേബ്യയും പാകിസ്ഥാനും ചരിത്രപരമായ അടുത്ത സാമ്പത്തിക സൈനിക ബന്ധങ്ങൾ പങ്കിട്ടിട്ടുണ്ട്. സാമ്പത്തിക സമ്മർദ്ദ കാലഘട്ടങ്ങളിൽ റിയാദ് ഇസ്ലാമാബാദിന് സാമ്പത്തിക സഹായവും എണ്ണ സൗകര്യങ്ങളും നൽകുന്നു. ഏറ്റവും പുതിയ നീക്കം സ്ഥിരീകരിച്ചാൽ ആ ബന്ധത്തിലെ മാറ്റത്തെ തന്നെയാണ് എടുത്തു കാണിക്കുന്നത്. വായ്പ തിരിച്ചുവിളിക്കാൻ അല്ലെങ്കിൽ പ്രതിരോധ കരാറിന്റെ അവസ്ഥയെക്കുറിച്ച് ഇരു സർക്കാരുകളിൽ നിന്നും ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. ബന്ധങ്ങളിൽ ഏതെങ്കിലും തകർച്ച ദക്ഷിണേഷ്യയിലെയും മിഡിൽ ഈസ്റ്റിലെയും തന്ത്രപരമായ വിന്യാസങ്ങളിൽ വിശാലമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ സൗദി അറേബ്യയിൽ നിന്നുള്ള $5 ബില്യൺ, ചൈനയിൽ നിന്നുള്ള $4 ബില്യൺ, UAE നിക്ഷേപിച്ച $3 ബില്യൺ എന്നിവയുൾപ്പെടെ ഏകദേശം $12 ബില്യൺ വിദേശ നിക്ഷേപങ്ങൾ പാകിസ്ഥാന് തിരിച്ചു നൽകേണ്ടതായി വരും. ഈ മാസം അവസാനത്തോടെ പാകിസ്ഥാൻ $2 ബില്യൺ അബുദാബിക്ക് തിരികെ നൽകണം. ലോകബാങ്കും സർക്കാരുമായി ബന്ധപ്പെട്ട മാധ്യമ റിപ്പോർട്ടുകളിലെ ഡേറ്റ പ്രകാരം പാകിസ്ഥാന്റെ മൊത്തം വിദേശ കടവും ബാധ്യതകളും ഏകദേശം $138 ബില്യൺ ആണ്. ചൈന ഏറ്റവും വലിയ ഉഭയകക്ഷി വായ്പ നൽകുന്ന രാജ്യമായി ഉയർന്നു വരുന്നു, ഏകദേശം 28 മുതൽ 29 ബില്യൺ ഇവിടെ കൂട്ടി വായിക്കേണ്ട പ്രസ്താവന ലഫ്റ്റനന്റ് ജനറൽ പ്രതീക് ശർമ്മയുടെ ആധുനിക യുദ്ധം ഇപ്പോൾ തോക്കുകൾ കൊണ്ട് മാത്രം പോരാടുന്ന ഒന്നല്ല, അത് സൈബർ ഇന്റലിജൻസ്, മനഃശാസ്ത്രം, രഹസ്യം എന്നിവയാണ്. പിന്നാലെ ഇന്ത്യക്കെതിരായ ഭീഷണികളുടെ നീണ്ട പട്ടികയിലേക്ക് പശ്ചിമ ബംഗാൾ തലസ്ഥാനമായ കൊൽക്കത്തയെയും ഉൾപ്പെടുത്തി പാകിസ്ഥാൻ. ഭാവിയിൽ ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കം ഉണ്ടായാൽ അത് അതിർത്തിയിൽ മാത്രം ഒതുങ്ങില്ല എന്നും ഇന്ത്യയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് നീങ്ങുമെന്നും പാക് പ്രതിരോധ മന്ത്രി ഖാജ ആസിഫ് മുന്നറിയിപ്പ് നൽകി. ശനിയാഴ്ച സിയാൽകോട്ടയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് കൊൽക്കത്തയെ ലക്ഷ്യം വെക്കുമെന്ന് അദ്ദേഹം പ്രസ്താവിച്ചത്. ഇന്ത്യ ഇത്തവണ ഏതെങ്കിലും തരത്തിലുള്ള വ്യാജ ഓപ്പറേഷനുകൾക്ക് മുതിർന്നാൽ ഇൻഷാ അള്ളാഹ് ഞങ്ങളത് കൊൽക്കത്തയിലേക്ക് എത്തിക്കും, ആസിഫ് പറഞ്ഞു. സ്വന്തം ആളുകളെയോ അല്ലെങ്കിൽ തടവിലുള്ള പാകിസ്ഥാനികളെയോ ഉപയോഗിച്ച് മൃതദേഹങ്ങൾ പ്ലാൻ ചെയ്ത് ഭീകരാക്രമണമെന്ന് വരുത്തി തീർക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നതായി സൂചനയുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. എന്നാൽ ഇതിന് അസാധാരണമായ തെളിവുകളൊന്നും അദ്ദേഹം ഹാജരാക്കിയിട്ടില്ല. കൊൽക്കത്തയെക്കുറിച്ച് മാത്രമല്ല ഖാജ ആസിഫ് പരാമർശിച്ചത്. അടുത്ത തവണ സംഘർഷം ഉണ്ടായാൽ അത് 200 മുതൽ 250 കിലോമീറ്റർ പരിധിയിൽ ഒതുങ്ങില്ല എന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. അവർ വീണ്ടും ശ്രമിച്ചാൽ കഴിഞ്ഞ വർഷത്തേക്കാൾ വലിയ അപമാനം നേരിടേണ്ടി വരും. ഇത്തവണ ഞങ്ങൾ അവരുടെ മണ്ണിൽ പ്രവേശിക്കും, അവരുടെ വീടുകൾക്കുള്ളിൽ കയറി അവരെ ആക്രമിക്കും, ആസിഫ് പ്രകോപനപരമായി സംസാരിച്ചു. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടായാൽ സമാനതകളില്ലാത്തതും നിർണായകവുമായ തിരിച്ചടി നൽകുമെന്ന് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് റാലിക്കിടെ സംസാരിക്കവെ 2025 ഏപ്രിൽ പഹൽഗാമിൽ ഉണ്ടായ ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ മറുപടി അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇത്തരം നീചമായ പ്രവർത്തികൾ ആവർത്തിച്ചാൽ ഒരിക്കലും മറക്കാത്ത തിരിച്ചടി നൽകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. എന്നാൽ വീഡിയോ അടക്കം കശ്മീരിലെ നീലം താഴ്വരയിലെ കേരൻ പ്രദേശം ഇന്ത്യൻ സൈന്യം പാകിസ്ഥാൻ സൈന്യത്തിൽ നിന്ന് ഒരു പോരാട്ടവുമില്ലാതെ പൂർണ്ണമായും പിടിച്ചെടുത്തുവെന്നും പാകിസ്ഥാൻ സൈന്യം വിജയകരമായി പിൻവാങ്ങിയെന്നും സോഷ്യൽ മീഡിയ അവകാശപ്പെടുന്നു. എന്നാൽ ഇതുവരെ ഉദ്യോഗസ്ഥർ ഔദ്യോഗിക പ്രസ്താവനകളൊന്നും തന്നെ നടത്തിയിട്ടുമില്ല.